ഇത്ര വട്ടം വിളിച്ചു നിങ്ങളെ എന്താ പറയാ നോക്ക് അതെന്തേ കാണുന്നത്? മെഡലും ഉണ്ടല്ലോ. ഇത് എവിടുന്നാ? ഓണപരീക്ഷക്ക് ഫുള്ള് മാർക്ക് മേടിച്ചേനോ? അയ്യ മാഷാ അല്ലാ, നല്ല കുട്ടി. അടുത്ത പരീക്ഷക്ക് ഇതേപോലെ മാർക്ക് മേടിച്ചിട്ട് മക്കളൊന്ന് കാണിച്ചു തരണം കേട്ടാ. അടിപൊളിയുണ്ട്. പാടിരിക്കട്ടെ, കൊണ്ടേ കാണിച്ചു കൊടുക്ക്. എത്ര പ്രാവശ്യമായി ചോദിക്കണത്? ഇല്ല അയ്യെന്നാണ് പോയി നോക്കിക്കാളെ. ഇല്ല ഞാനോണ്ട് വരണ്ട്. ചാവക്കാട്ടത്തെ സ്ഥലേ നമുക്ക് പിന്നെ പോയി നോക്കാം. ഞാൻ മറന്നിരിക്കായിരുന്നേ. ആ ചങ്ങായിയാണെങ്കിൽ ഒരു മറക്കരുത്. എന്താ പോയാ ഇവിടെ പറഞ്ഞ ചെക്കൻ വന്നിട്ട് ഉയരക്കെടുണ്ടാക്കാണ്. അത് പറഞ്ഞ പോലെ ചെയ്താ മതി. പിന്നെ നമുക്ക് കിട്ടാളായില്ലേ, നമുക്ക് കിട്ടാള് കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. ശരി. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. ഇവനെന്താ ഇവിടെ ഒത്തിരിക്കണ്? ഇവിടെ ചെക്ക ഏടാ? അല്ല കരയേ? ഇതെന്തിനാ കരയണേ? ഇതെന്തപ്പ ഉണ്ടായി? കരയണെന്തിനാ? വീണോ ഈ വെറുതെ? എന്തിനപ്പ ചീത്ത പറഞ്ഞത്? എന്താ പറഞ്ഞേ? എന്ത് പിന്നെ? ആണോ? അങ്ങനൊന്നുമില്ല പൊന്നോ. ഫുഡ് കഴിക്കാൻ വരുമ്പോ മാത്രം ഉപ്പച്ചി അപ്പുറത്ത് കസാരയിൽ പോയിരിക്കും. എന്റെ കൂടെ ഉറങ്ങൂല, എന്റെ കൂടെ ഒന്നും ചെയ്യൂല. ഉപ്പച്ചിക്ക് എന്റെ കൂടെ തീരെ സ്നേഹമില്ല. ഉപ്പച്ചിക്ക് 24 മണിക്കൂറും തിരക്കാം. ഞാൻ എന്തെങ്കിലും മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പോടാ ചീത്ത പറഞ്ഞു. നീക്കടാ. പറയട്ടെ അമ്മച്ചി പറയട്ടെ. നീക്ക് നടക്ക്. ഒരു 5 മിനിറ്റ് പോലും ഒരു ഒഴിവ് കിട്ടണ്ടേ? എന്താ പറയണേ? ഞാൻ രാവിലെ മുതൽ തുടങ്ങിയ ഫോൺ ചെയ്യലാണ്. പിന്നെ അവനാന്റെ കൈ കിട്ടുന്നവരെ തെക്കും തിരക്കും കൂട്ടിയിട്ട് തന്നെയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. ഇല്ലാണ്ട് എന്താണ്? എന്താ ചങ്ങായി, ആരാന്റെ കൈ കെടുക്കണ പൈസ അല്ലേ, അത് അവനാന്റെ പോക്കറ്റിലേക്ക് ആവണമെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അധ്വാനിച്ചിട്ടല്ലേ, വെറുതെ കട്ടിട്ടും പിടിച്ചു പറിച്ചിട്ടും അല്ലല്ലോ. നമ്മളീ കഷ്ടപ്പെട്ടുണ്ടാക്കണല്ലേ. അങ്ങോട്ട് തരുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? അതന്നെ പറഞ്ഞ്. എന്താണ് കോളി? എന്താണ് 24 മണിക്കൂർ ഇതിനുള്ളിൽ കോളന്നെ? കോളി 24 മണിക്കൂറും കോള് ചെയ്യേണ്ടടുത്ത് കോള് ചെയ്യണം. തിന്നണ്ടേ? കായ് വേണ്ടേ? നിങ്ങൾ ഇങ്ങനെ കുറെ തിന്നിട്ട് ഇവിടെ ഉണ്ടാക്കണ്ട പോരെ. പിന്നെ ഞങ്ങൾ ഇക്കുന്റെ കുട്ടിക്കും ഇല്ലാതെ പിന്നെ ഞങ്ങൾ എന്ത് തേങ്ങ കൂടെ മലമറിക്കണത്? ഇക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടിട്ട് തന്നെയല്ലേ ഇങ്ങനെ നിങ്ങളെ ഞങ്ങക്ക് പണയം വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതിനുള്ളിൽ മുതൽ വേണ്ടെന്ന് മനസ്സിലാവണ്ട നിങ്ങൾക്ക്? എന്റെ കുട്ടി പഠിച്ച് ജയിച്ച് നിങ്ങളുടെ മുമ്പിൽ ആ ട്രോഫി കൊണ്ട് വന്നപ്പോ നിങ്ങൾ എന്തെന്റെ കുട്ടിനെ കാട്ടിയത്? ഇപ്പൊ കുറച്ച് അതൊക്കെ ഓർമ്മയില്ലേ? എപ്പോഴാടാ? ഇപ്പൊ 10 മിനിറ്റ് മുന്നേ. പഠിച്ചു ജയിച്ചിട്ട് എന്തായി പറഞ്ഞേ? പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. ട്രോഫിയാ? അത് നിങ്ങളടുത്ത് സന്തോഷ പൂതി കൊണ്ട് വന്ന് എന്തെങ്കിലും കാട്ടിയത്? ഞാൻ എന്തേ കാട്ടിയത്? നിങ്ങളൊന്നും കാട്ടിയില്ലേ? ഇതേ മനുഷ്യൻ ഞാൻ കെട്ടിടാൻ നോക്കൂലട്ടാ. ഒരു പരിമിതി എന്റെ മനുഷ്യൻ സഹിക്കണേന്. ഇന്റെ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ നേരില്ല. എനിക്കൊന്നും അടുത്ത വീട്ടിലേക്ക് പോവാൻ വയ്യ, എന്റെ അമ്മനെ കാണാൻ പോവാൻ വയ്യ, ഷോപ്പിങ്ങിന് പോകുമ്പോ ഒരു കുന്തോണ്ടത്തിന് നിങ്ങൾ എന്റെ കൂടെ വരില്ല. ഒക്കത്തിന് പൈസ അങ്ങനെ വെതറി തരും. എന്തിനായിരിക്കും പൈസ? ആവശ്യത്തിൽ കൂടുതൽ പൈസ ഇതിന്റെ ഉള്ളിലുണ്ട്. പൈസ ഇല്ലാണ്ട് ജീവിക്കണ്ടേ? നമ്മളെ ബിസിനസ്സും കാര്യങ്ങളും എനിക്ക് പൈസ അല്ല വേണ്ടത്, എനിക്കും എന്റെ കുട്ടിക്കും നിങ്ങളെ വേണ്ടത്. അത് നിങ്ങളൊക്കെ കിട്ടുന്നില്ല. 24 മണിക്കൂറും ഈ ബിസിനസ്.
ഒരു പരിധിയില്ലേ? നിങ്ങൾ എന്ത് ബിസിനസ് വേണമെങ്കിലും നടത്തിക്കോളി. ഈ ഇമ്മരപ്പടിന്റെ കഴിഞ്ഞിട്ട് ഈ ഇമ്മരപ്പടിന്റെ കേറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ലോകാണ്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതിന് മാത്രം എന്ത് തേങ്ങ ഇവിടെ ഉണ്ടായി? എന്റെ കുട്ടി അവിടെ വന്നപ്പോ ആട്ടിയില്ലേ? ആട്ട് ആ എന്താ എപ്പോഴാണ് ഞാൻ ആട്ടി? നാട്ടോട്ടി എന്താ ഈ കേക്കണ്? ഞാന് അവിടെ ഫോൺ ചെയ്തിരിക്കണ നേരത്തെ ഇപ്പൊ എന്തായാലും അടുത്ത് വന്നിണ്ടാവും. അപ്പൊ പൊലിവ് കട്ടത്തിട്ടാ നിങ്ങളെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് നിങ്ങള് ഞാൻ അതിനൊരു ഫോൺ ചെയ്തിട്ട് ഒരു ഇടപാടിന്റെ കാര്യം സംസാരിക്കാണ്ടായിരുന്നു പൈസയുടെ. അപ്പൊ അത് സംസാരിച്ചാലല്ലേ കൈ 24 മണിക്കൂർ ഇടപാട് പൈസ ബിസിനസ് പൈസ. എന്താണ്? അതെ ഒരു കാര്യം പറയാനിട്ടാ. ആറ്റലായിട്ട് ഈ ഒരു ഒറ്റ നിങ്ങൾക്കുള്ളൂ. ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ബിസിനസ് നടത്തണ്ട, ഒന്നും നടത്തണ്ട. ഞാൻ ഇപ്പൊ എന്താ വേണ്ട? നിങ്ങൾ എന്താ വേണ്ടതാ? നിങ്ങൾ ആദ്യം ഈ കുന്ത്രണ്ടൊന്ന് ഓഫാക്കി കുറച്ച് നേരത്തിന്. ഇത് ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോഴുള്ള സമ്പത്തിൽ ഇതിന്റെ മുകളിലാണ് അതിന്റെ മുകളിലൊക്കെ നടക്കണത്. അതെ ഞങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു തരട്ടാ. ഈ പൈസയും മുതലൊക്കെ ഇന്ന് വരും നാളെ പോകും. പക്ഷെ കുട്ടികളെ സ്നേഹിക്കേണ്ട കാലത്ത് സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നാളെ മക്കൾ ഒന്നല്ല പറയാൻ ഇട്ടാ. അങ്ങനെ മറക്കരുത്. കുടുംബ വീട്ടിലെ കളികൾ കളിക്കരുത്. എന്ത് ബിസിനസ് വേണമെങ്കിലും നടത്തിക്കോളേ. നിങ്ങളടുത്ത് ഇട്ട് മൂടാനുള്ള പൈസ നിങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കുട്ടികളെ അംഗീകരിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്തില്ലേ. പിന്നെ എന്തിനാ കുറെ മുതലുണ്ടാക്കിയിട്ട് കാര്യണ്ടാ? കുറെ ഈ അടുക്കളയിൽ ഇല്ലാത്ത മുതലുകളൊന്നും ഇല്ല. നാറിപ്പോയിത്ത ഞാൻ കളയാറാ. അത്ര മാത്രം മുതൽ ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാ? അതിനിപ്പോ ഞാൻ എന്റെ കുട്ടിക്ക് വേണ്ടിട്ടല്ലേ ഇപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്യണേ. കുട്ടി ചട്ടിയാണ്. അത് ശരി. പിന്നെ എന്തിനാ ആ കുട്ടി കരയണ്? കരയേ? നീ കരയണ്ടപ്പ കുട്ടിട്ടാ. അപ്പൊ എന്താ ഇപ്പ എന്നെ അവഗണിച്ചൊന്നല്ല. അന്നെ തല്ലു ചീത്ത അറിയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഫോൺ ചെയ്യണ തിരക്കിലേ എന്തോ മനസ്സിലായില്ല. അതാണ്. ഇപ്പൊ എന്താ പഠിച്ചു ജയിച്ചിട്ട് ട്രോഫി ഒക്കെ വാങ്ങിണ്ടാ? അപ്പൊ ഇനിയിപ്പൊ അങ്ങനെ ചെയ്യൂല കേട്ടാ. ഓരേ സമാധാനായില്ലേ? അത് ഓഫാക്ക്. അതൊക്കെ ഓഫായിരിക്കും. സാരില്ല കേട്ടാ. എന്നാ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ സ്കൂളിൽ നിന്ന്. അവനെന്താ വെച്ചാ കഴിക്കാൻ കൊടുക്ക്. എന്തൊരു തിരിച്ചിലായിരിക്കും ഇത്. വല്ലാത്തൊരങ്ങറ്. അത് പഴുത്തില്ല. അത് കളക്കണം.